Chachoos Malabar Kitchen മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അധികം കയ്പില്ലാത്ത രുചികരമായിട്ട് ഒരു പാവയ്ക്കക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൈഡ് റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പേരിക്ക് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് അധികം മൂത്ത പാവയ്ക്കല്ല, ഇളയ പാവയ്ക്കാണ്. അതുകൊണ്ട് അധികം കുരുവൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കയ്പ എന്നാട്ടോ പറയാം. എന്നിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 5-6 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. അത് അത്യാവശ്യം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ കറി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴണ്ട ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇട്ട് ഒന്നുകൂടി ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് ഒരു 1/2 വേവ് വേവിച്ചെടുക്കാം. നല്ലോണം വേവേണ്ട ആവശ്യമില്ല, ഒരു പകുതി വെന്താൽ മതി. ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. കറിക്കും ആ ഒരു സ്മെല്ല് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം തക്കാളി കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടി കരിഞ്ഞു പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. സാധാരണ കറിയിലിടുന്നതിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ പുളി വരുമ്പം ഈ കയ്പയുടെ കയ്പ് രസം അത്ര നമുക്കറിയാൻ പറ്റില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇതിന് മുന്നേ നമുക്ക് ഇതിൽ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ കറി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ കറിയിൽ അരച്ച് വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെവർക്കിത് മുളക് കറിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. കട്ടിക്ക് അനുസരിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഈ കറിക്ക് അങ്ങനെ ഒരുപാട് കയ്പൊന്നുമില്ല. പുളിയും ചെറിയൊരു കയ്പും എല്ലാം കൂടെ ചേരുമ്പോഴുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്.
ഇനി ഇത് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂണ് കടുകിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അത്ര കയ്പൊന്നുമില്ല. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരും വരെ ബായ്.